ഒരു ശ്ലോകം ഒരു ഉണർവ്. ഹരേ കൃഷ്ണ, ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഷിംജിത കേസിനെ കുറിച്ച് നമ്മൾ കേട്ടു. ജാമ്യം ലാഭിച്ചു. അതേപോലെ തന്നെ ഒരു ജ്യോതിഷർ വന്നിട്ട് ഈയിടെയായിട്ട് പീഡന കേസിൽ വഴിയുണ്ടായിരുന്നു. അങ്ങനെ പല പല കേസുകൾ നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുവരികയാണ്. നിയമം തൻ്റെ വഴിക്ക് പോകും. പക്ഷേ പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഒരു വലിയ സത്യം മറക്കരുത്. ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ 62-63 ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു അത്യന്തം ഗൗരവമായ മുന്നറിയിപ്പ് നൽകുന്നു. ധ്യായതേ വിഷയാൻ പുംസഃ സംഗസ്തേഷുപചായതേ സംഗാത് സഞ്ചയതേ കാമഃ കാമത് ക്രോധ അഭിജായതേ. ഒരു മനുഷ്യൻ തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അവയോട് ആസക്തി വരും. ആസക്തിയിൽ നിന്ന് അധികം ആഗ്രഹവും ഉണ്ടാകും. ആഗ്രഹം പൂർത്തിയാകാതെ പോയാൽ ക്രോധം വരും. ക്രോധം വന്നാൽ ബുദ്ധി നശിക്കും. ബുദ്ധി നശിച്ചാൽ മനുഷ്യൻ തകർന്നു പോകും. മൈ ഡിയർ ഫ്രണ്ട്സ്, തകർച്ച ഒരു ദിവസവും ഉണ്ടാകുന്നില്ല. അത് ഒരു ചിന്തയിൽ തുടങ്ങുന്നു. ഒരു ചെറിയ തെറ്റായ ചിന്ത ഒരു ചെറിയ തെറ്റായ തീരുമാനമായി മാറും. പിന്നീട് വലിയ പ്രശ്നങ്ങളായി വളരും. ഇതാണ് ഭഗവത്ഗീതയുടെ മുന്നറിയിപ്പ്. മനസ്സിനെ കൃഷ്ണാവബോധത്തിൽ നിർത്തിയാൽ തെറ്റായ ചിന്തകൾക്ക് ഇടയില്ല. പ്രശസ്തി താൽക്കാലികമാണ്, ഫോളോവേഴ്സ് താൽക്കാലികമാണ്, പക്ഷേ നമ്മുടെ സ്വഭാവം ശാശ്വതമാണ്. ഇന്ന് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നാളെ നമ്മൾ ആകുന്നത്. അവസാനമായിട്ടൊരു വാക്ക്, ജീവിതം നശിപ്പിക്കുന്നത് പുറത്തെ ശത്രുക്കളല്ല, നിയന്ത്രിക്കാത്ത മനസ്സാണ്. അതുകൊണ്ട് മനസ്സിനെ ജയിക്കൂ, ധർമ്മത്തിൽ നിൽക്കൂ, കൃഷ്ണന്റെ ഉപദേശം പിന്തുടരൂ. ഹരേ കൃഷ്ണ. എവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.